ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റലേഷൻ മോണിറ്റർ റേസറുടെ. ഈ മോണിറ്റർ റേസർ നമ്മളുടെ അബൌട്ട് സ്പേസ് കമ്പനിയുടെയാണ്. സോ ഇത് ഇട്ടിട്ട് നമ്മൾക്ക് നമ്മളുടെ ഡെസ്ക് ടോപ്പിൻ്റെ സ്പേസിങ്ങിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്താം. നമ്മൾക്ക് മോണിറ്ററിനെ റേസ് ചെയ്യാം, നമ്മൾക്ക് അവിടെ ലാപ്ടോപ്സ് ഒക്കെ ഇടാം, വേറെ ആക്സസറീസ് ഇടാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുക വിതൗട്ട് മോണിറ്റർ റേസർ എൻ്റെ ഡെസ്ക് എങ്ങനെയാണ് അത് ഞാൻ ആദ്യം കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ നമ്മളുടെ ചേഞ്ചസ് വന്നു, പിന്നെ എത്ര യൂസ്ഫുൾ ആണ്. ചിലപ്പം നമ്മൾ ഇത് സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കും, പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇനിയും സ്പേസ് എടുക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കും ആക്ച്വലി റിയൽ ലൈഫിൽ ഇത് എങ്ങനെയാണെന്ന്. എന്നാൽ സെറ്റപ്പ് ചെയ്യാം, അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. എന്നപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ നോക്കാം ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് 4 വുഡ് പീസ് കിട്ടും. ഒരെണ്ണം വലിയത്, ബാക്കി 3 ചെറിയ. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. സോ എല്ലാത്തിലും ഒരു ലേബിളിംഗ് ഉണ്ട്. ഇവിടെ എ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പോയി. ബി, സി, ഡി. സോ എയിൽ ആദ്യം ബി ഇടും. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അടിച്ചാൽ മതി, ഇത് ഫിറ്റാവും. പിന്നെ സി, പിന്നെ ഡി ഇങ്ങനെ ഇട്ടിട്ട് ഫിറ്റായി. ഇപ്പം ഇത് നല്ല സ്ട്രോങ് ആണ്, ഒന്നും ആവില്ല, ഇത് അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഈ സ്റ്റാൻഡ് സ്ഥലത്തുനിന്ന് മാറരുത്, അതിന് വേണ്ടിയിട്ട് അവർ ലോക്ക് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലോക്ക്. ഇങ്ങനത്തെ നിങ്ങൾക്ക് എല്ലാ ലെഗിന് വേണ്ടിയിട്ട് ഈ ലോക്കുണ്ട്. ഇത് ഇങ്ങനെ ഇവിടെ പുഷ് ചെയ്യണം ആൻഡ് ഫിറ്റായി. അങ്ങനെ നിങ്ങൾക്ക് ഈ എല്ലാ ലോക്ക് എല്ലാ സ്റ്റാൻഡിൽ ഇടണം ആൻഡ് സെറ്റപ്പ് തീർന്നു. സോ ഇപ്പോൾ നമ്മൾക്ക് ഇത് എടുത്തിട്ട് നമ്മളുടെ ടേബിളിൽ പോകാം, ടേബിളിൽ ഇട്ട് നോക്കാം ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാം എന്താണ് ഇതിൻ്റെ യൂസ്ഫുൾനെസ് എന്നപ്പോൾ. ഓക്കെ, ഇതാണ് എൻ്റെ ഡെസ്ക്. ഇതൊരു വലിയ ഡെസ്ക് ആണ്, പക്ഷേ നിങ്ങൾക്ക് കാണാം എത്ര സാധനമുണ്ട് ഇവിടെ. ഒരു പ്രിൻറ്റർ, മോണിറ്റർ, ലാപ്ടോപ്പ്, ഐപാഡ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം എനിക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ഞാൻ ലാപ്ടോപ്പ് മുമ്പിലാണ് വെക്കുന്നത്. സോ മുമ്പിൽ വെക്കുമ്പം ഈ ലാപ്ടോപ്പ് തുറക്കുമ്പം എൻ്റെ വലിയ സ്ക്രീൻ കവറായി പോകും. ഈ റേസർ ഈ സ്ക്രീനിനെ മേളിൽ കൊണ്ടുപോകും, എലിവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാപ്ടോപ്പും ഫുൾ തുറക്കാം ആൻഡ് ഇവിടെ ജോലിയും ചെയ്യാം. ഒരു പ്രോബ്ലം വരില്ല, വ്യൂവിൽ ഒരു പ്രോബ്ലം വരില്ല. സോ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ കാണാം ഇത് എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്നപ്പോൾ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫൈനൽ ഡിസൈൻ. സോ ഞാൻ ഒത്തിരി ചേഞ്ചസ് ചെയ്തു. ബേസിക്കലി ആദ്യം ഞാൻ ഇട്ടത് മോണിറ്റർ ഇവിടെ ആയിരുന്നു, പിന്നെ ലാപ്ടോപ്പ് ഞാൻ ഇവിടെ ഇട്ടു, സ്പീക്കേഴ്സ് താഴെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫോൺസൊക്കെ അവിടെ നിന്ന് എൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഫുൾ എടുത്ത് ഇങ്ങോട്ട് ഇട്ടായിരുന്നു. ഒത്തിരി ചേഞ്ചസ് ചെയ്തായിരുന്നു. പക്ഷേ ഇതാണ് എൻ്റെ ലാസ്റ്റ് സെറ്റിംഗ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫൈനലി ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി എൻ്റെ എല്ലാ ഡിവൈസസ് ഇതിൻ്റെ താഴെ തന്നെ പോയി. സോ ഇത് ഇത്ര വലിയതാണ്. എൻ്റെ ലാപ്ടോപ്പ്, കീബോർഡ്, ഐപാഡ്, മൗസ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഫിറ്റായി. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ മൗസ്. എൻ്റെ മാക്കിൻ്റെയും വിൻഡോസിൻ്റെ 2 മൗസും ഉണ്ട് ഇവിടെ. എൻ്റെ ഐപാഡ് ഇവിടെയാണ്, ഞാൻ ഐപാഡ് ഇവിടെ വെച്ചു. കീബോർഡ് ഇവിടെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ലാപ്ടോപ്പ്, കംപ്ലീറ്റ് ലാപ്ടോപ്പ് വിത്ത് അറ്റാച്ച്മെൻറ്റ്. സോ എൻ്റെ പവർ കേബിൾ, എൻ്റെ USB അറ്റാച്ച്മെൻറ്റ്, എൻ്റെ USB ഹബ്, ഒരു ഹബ് ഉണ്ട് ഇവിടെ, എല്ലാം ഇതിൻ്റെ കൂടെ താഴെ പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്ഥലമുണ്ട് ലാപ്ടോപ്പ് വിത്ത് കണക്ഷൻ അകത്തിടാനായിട്ട്. ഇപ്പം എന്നെ തുറക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ വ്യൂയിങ് ആംഗിളിൽ ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് ഈ സ്ക്രീനും നല്ലപോലെ കാണാം, പിന്നെ ഈ മോണിറ്ററും നല്ലപോലെ കാണാം. പിന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് എൻ്റെ ഫുൾ ജോലി ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലി തീരുമ്പം എനിക്ക് ചുമ്മാ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അകത്തോട്ട് ഞാൻ ലാപ്ടോപ്പ് ഇട്ടു, പിന്നെ കീബോർഡും അകത്തിട്ടു, ഐപാഡ് ഓഫ് ചെയ്തു ഇവിടെ ഇട്ടു, പിന്നെ എൻ്റെ മൗസും ഇവിടെ ഇട്ടു. ഇപ്പം എൻ്റെ ഡെസ്ക് ഫുള്ളി ക്ലീൻ ആണ്. എനിക്കിവിടെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, റൈറ്റിംഗ് എന്തെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് വേറെ ഷൂട്ടിംഗ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പം ഇത് ഡസ്റ്റും പിടിക്കുന്നില്ല, പ്രൊട്ടക്ഷനുമുണ്ട്. പിന്നെ ആ സെയിം സ്പേസിൽ എനിക്ക് ഇനിയും സാധനം ഇടാനായിട്ട് സ്ഥലം കിട്ടി. സോ
ഏത് മോണിറ്റർ റേസർ എടുത്താലും ഇത് നോക്കണം, സ്പേസ് ഫുൾ വേണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ ബോക്സ് ഉള്ള അങ്ങനത്തെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ചെറിയ ബോക്സിലൊക്കെ അത്ര യൂസ്ഫുൾ ഒന്നുമില്ല. കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ നമ്മളുടെ വലിയ സാധനങ്ങൾ ഇതിൻ്റെ താഴെ ഇടാം. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതെൻ്റെ ഒരു പെർമനൻറ്റ് ഫിക്സ്ചറായി എൻ്റെ സ്റ്റുഡിയോയിൽ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കാണാം. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.